തിരുവനന്തപുരം കമലേശ്വരത്തെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ കേസെടുക്കാൻ പോലീസ്. ഗ്രീമയുടെ ഭർത്താവിനെതിരെ കേസെടുക്കും. ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, പറയൂ. രോഹിണി, ഈ ഒരു തിരുവനന്തപുരം കമലേശ്വരത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു അമ്മയും മകളും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇതായിട്ടാണ് ഈ ഗ്രീമയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനം, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തി കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗ്രീമയും അമ്മയുടെയും ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. 200 പവനിലധികം സ്ത്രീധനമായി വാങ്ങിയിട്ട് മാനസികമായി പീഡിച്ചുവെന്നാണ് ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും സ്വത്തിനും ഉണ്ണികൃഷ്ണന് അവകാശമില്ലെന്നും കുറിപ്പിൽ ഇവർ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണന്റെ ബന്ധുവിന്റെ മരണവീട്ടിൽ വെച്ചുണ്ടായ അധിക്ഷേപമാണ് ആത്മഹത്യക്ക് കാരണമെന്നും ഈ ഒരു കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സജിതയ്ക്കും മകൾക്കും സയനൈഡ് എങ്ങനെ ലഭിച്ചു എന്നതിൽ ദുരൂഹത തുടരുകയാണ്. സജിതയുടെ ഭർത്താവ് മുൻ കൃഷി ഓഫീസറായ രാജീവ് 1 മാസം മുമ്പ് മരിച്ചിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണകാരണമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. എന്നാൽ രാജീവ് സയനൈഡ് വാങ്ങി വെച്ചിരുന്നതാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്. സയനൈഡ് അച്ഛൻ ഉള്ളപ്പോഴേ കയ്യിലുണ്ട് എന്ന് ഗീമ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഗീമയുടെ ഭർത്താവിനെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. രോഹിണി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.